കുളിക്കാൻ മാത്രമല്ല കൃഷിക്കും കുളത്തിനെ ആശ്രയിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടുള്ള രണ്ട് ജൈവ കർഷകർ. യുവകർഷകരായ സിദ്ദീഖും നൌഫലുമാണ് വേറിട്ട കൃഷിരീതി വിജയിപ്പിച്ചെടുത്തത്. കോഴിക്കോട് നഗരത്തോട് ചേർന്ന് തിരുവണ്ണൂരിലെ കുളപ്പടവുകളിലും സമീപ പ്രദേശത്തുമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ചീരയും വെണ്ടയുമാണ് പ്രധാന വിളകൾ. സമ്പൂർണമായും ജൈവ രീതിയിലാണ് കൃഷി. 15 വർഷത്തോളമായി സിദ്ദീഖ് കാർഷിക രംഗത്ത് സജീവമാണ്. എങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ആളുകൾക്ക് ചുരുങ്ങിയ സ്ഥലത്ത്, നമ്മൾ സിറ്റിയിൽ താമസിക്കുന്ന ആളുകളായതുകൊണ്ട് എങ്ങനെ ചുരുങ്ങിയ സ്ഥലത്ത് നമുക്ക് ഈ കൃഷി വ്യാപിപ്പിക്കാം എന്നുള്ളത് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ രാവിലെ ഒരു 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഇവിടെ നല്ല സൂര്യപ്രകാശമാണ്. കൃഷി പഠിക്കാൻ വേണ്ടി സിദ്ദീഖിനോടൊപ്പം കൂടിയതാണ് സുഹൃത്തായ നൌഫൽ. ചെറുപ്പത്തിലൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മൂപ്പറും ഉണ്ടായത് കൊണ്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റായി. രാവിലെ ഇതിനു വേണ്ടി 1 മണിക്കൂർ 1.5 മണിക്കൂർ ചിലവാക്കും. ഒരു 6 മുതൽ 6:50 വരെ ഇതിന് ചിലവഴിക്കണം. സിദ്ദീഖിന്റെ മേൽനോട്ടത്തിൽ പരിസര പ്രദേശങ്ങളെല്ലാം സുഹൃത്തുക്കളും ജൈവ കൃഷിയിൽ വ്യാപൃതരാണ്. കൃഷി ചെയ്യാൻ ഏക്കർ കണക്കിന് ഭൂമി വേണ്ടെന്ന് തെളിയിക്കുകയാണ് ജൈവ കർഷകനായ നൌഫൽ. മണ്ണും വെള്ളവും മനസ്സുമുണ്ടെങ്കിൽ കുളക്കരയിൽ നിന്നും 100 മേനി കൊയ്യാം. ക്യാമറാമാൻ സന്തോഷ് മണ്ണാർക്കോടൊപ്പം ആനന്ദ് പുതൂർ, കോഴിക്കോട്.